രാമായണം ഈ ഒരു മാസവും എല്ലാ വീടുകളിലും പാരായണം ചെയ്യുന്നു, അമ്പലങ്ങളിൽ പാരായണം ചെയ്യുന്നു. എന്താണ് ഈ രാമായണത്തിൻ്റെ പ്രത്യേകത? ഇപ്പോൾ രാമായണം വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ട്, വാൽമീകി രാമായണമുണ്ട്, പിന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമുണ്ട്, അതുപോലെ മുസ്ലിം മാപ്പിള രാമായണം എന്ന് പറഞ്ഞിട്ട് രാമായണം വരെയുണ്ട്. അങ്ങനെ രാമായണം ഒരുപാടുണ്ടെങ്കിലും നമ്മളിവിടെ ഈ രാമായണ മാസം നമ്മൾ പ്രകീർത്തിച്ചു വരുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. ആ അധ്യാത്മ രാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാൽമീകി രാമായണത്തിനും രാമൻ്റെ കഥകളാണ് പറയുന്നതെങ്കിലും എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഒരുപാട് സ്തുതികളുണ്ട്. പലപ്പോഴും എഴുത്തച്ഛൻ അങ്ങനെ പാടിപ്പാടി അങ്ങനെ ഭഗവാനെ കാണുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ഭഗവാനെ പ്രത്യക്ഷമായി കാണുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് അധ്യാത്മ രാമായണം തന്നെ പാരായണം ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഈ അധ്യാത്മ രാമായണത്തിൻ്റെ പ്രത്യേകിച്ച് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതായത് അതിനകത്ത് പറയുന്ന ഗുരുഭക്തി, ഈശ്വരഭക്തി, പുത്രവാത്സല്യം, സഹോദര സ്നേഹം, പത്നിധർമ്മം, ദീനാനുകമ്പ തുടങ്ങി സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നിലനിൽപ്പിനും ആവശ്യമായ നിരവധി ഉപദേശങ്ങൾ അടങ്ങിയതാണ് ഈ രാമായണം. അതുമാത്രവുമല്ല, ഇത് വായിച്ച് അതിലെ പല വരികളും ഇന്ന് നമ്മൾ പഴഞ്ചൊല്ല് പോലെ ഉദാഹരണമായി പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുവന്നേ വരി. അത് എല്ലാവരും രാമായണ ദൂരത്തിൻ്റെ പറഞ്ഞ് അതിനകത്തുള്ള വരികളാണ്. അതുപോലെ തന്നെ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാത്തു, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ്റെ അത്തതിനൊക്കെ ജീവിച്ചിരിക്കൽ. അതുപോലെ തന്നെ ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയിടോ, പിന്നെ സജ്ജനവാശ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ എല്ലാവരും ജനം തന്നെ അറിയാതെ തന്നെ രാമായണത്തിൻ്റെ വരികൾ കടന്ന് പറഞ്ഞു വരികയാണ്. ഈ പഞ്ഞമാസമാണ് കർക്കടക മാസം. ഇപ്പോൾ അറിയാമല്ലോ, രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ മാസവും കർക്കടക മാസം ഒരു കർക്കടക ചികിത്സ തന്നെ നമ്മുടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല ആശുപത്രികളും കർക്കടക ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യകരമായും അല്പം മോശമായൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ആളുകൾ കൊണ്ട് ആപത്തുകളെല്ലാം മാറ്റിത്തരുവാൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്ന ഈ ഒരു മാസം നമുക്ക് ഭദ്രസാന്ദ്രമായി പറഞ്ഞ് പാടി ഭംഗിയായി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാമായണ മാസമാണ്. അപ്പോൾ ഈ കർക്കിടകത്തെ സംബന്ധിച്ചുള്ള ചില മാസങ്ങളിൽ 31 ദിവസം കാണും, ചില ദിവസങ്ങളിൽ 32 ദിവസം കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കുറേശ്ശെ വായിച്ച് അവസാന ദിവസം മുഴുവൻ വായിച്ച് അവസാനിപ്പിച്ച് ശ്രീരാമചന്ദ്രൻ അഭിഷേകത്തോടു കൂടിയാണ് ഈ രാമായണ മാസം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം, കുഞ്ഞുങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം തിരഞ്ഞെടുത്തതെന്ന്? രാമായണം എല്ലാ മാസവും എപ്പോഴും എവിടെ വച്ചും വായിക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ രാമായണം കർക്കിടക മാസം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ ആശ്രയിച്ചാണ് ഇരുന്നത്. അപ്പോൾ കർക്കിടകമൊക്കെ ആകുമ്പോഴത്തേക്കും പത്തായത്തിലെ നെല്ലൊക്കെ തീർന്നിട്ടുണ്ടാവും, ഒരു അല്പം ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ കൃഷിയെല്ലാം അവസാനിച്ചിരിക്കുന്നു. കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ വീട്ടിൽ ഗൃഹനാഥിന് വലിയ പണികളൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിലാണ് പ്രധാനപ്പെട്ട പല രോഗങ്ങളും തലവെക്കുന്നു. ഈ കർക്കിടക മാസത്തിൽ ഇപ്പം നോക്കൂ, കേരളം മുഴുവൻ പനിയിൽ മുങ്ങി നിൽക്കുകയാണല്ലേ. എന്തെല്ലാം അസുഖങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാസം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം പൊതുവെ ശാരീരികമായും ഒരുപാട് മോശം ആയിരുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ കർക്കിടക ചികിത്സ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് കർക്കിടകത്തിൽ ചികിത്സ വരുന്നത്. അപ്പം ചികിത്സയോടനുബന്ധിച്ച് അന്ന് നമ്മുടെ കാർമൻ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മരുന്നും മന്ത്രവും. അപ്പം മരുന്നിനോടൊപ്പം മന്ത്രവും വേണം. അതാണ്. അപ്പം മന്ത്രം ഇതിന് വലിയ പ്രാധാന്യമുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ പുരുഷ സൂക്തങ്ങളും എല്ലാത്തരം രാമായണം വായിക്കുന്നത്. രാമായണം ഒരു മന്ത്രമാണ്, ഭഗവാന്റെ മന്ത്രമാണ്. അപ്പം നമുക്ക് മരുന്ന് കഴിച്ചാലും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വരികയുള്ളൂ. ഇപ്പം നോക്കൂ, ഡോക്ടർമാരിരിക്കുന്നു, അവരിൽ ഒരുപാട് പഠിച്ചവരാണ്. നമ്മൾ പലപ്പോഴും ഡോക്ടർമാരെ കാണാൻ പോകുന്നുണ്ട്.
പക്ഷെ അവരും ഒക്കെ മരിച്ചു പോകുന്നു. എന്തെല്ലാം ചെയ്താലും അവരും മരിച്ചു പോകുന്നു. അപ്പൊ അവരും അതുപോലെ തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഈ പല ഡോക്ടർമാരും ഓപ്പറേഷന് മുമ്പ് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ ബൈബിള് വായിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ അവർ മിടുക്കരായിരുന്ന അത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഭഗവാന്റെ കൃപയും കൂടെ ഇതിനോടൊപ്പം വേണം. മരുന്നിനോടൊപ്പം മന്ത്രവും ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രാമായണം പ്രത്യേകിച്ച് മാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 1970 പിന്നെ വിശാല ഹിന്ദു സമ്മേളനം ആലുവയിൽ വെച്ചോ മറ്റോ നടന്നെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു ഓർമ്മ ഞാൻ പറയുകയാണ്, അന്ന് ആണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. എല്ലാ കർക്കിടക മാസം മുഴുവൻ രാമായണ മാസമായി ആചരിക്കണമെന്ന് തീരുമാനമെടുത്തത്. ഏതായാലും ഇപ്പോൾ കേരളം മുഴുവനും എല്ലാ അമ്പലങ്ങളിലും എല്ലാ വീടുകളിലും രാമമന്ത്രം ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഷ്ടകാലങ്ങളിൽ ഇപ്പോൾ തന്നെ പിന്നെ കോളറ തുടങ്ങിയ പല അസുഖങ്ങളും വന്നിരിക്കുന്നു. അതിന് ഉദാഹരണത്തെ പണ്ട് സായിബാബയുടെ പുട്ടപർത്തി ഭാഗങ്ങളിൽ ജ്വരം എന്ന അസുഖം ഉണ്ടായി. അദ്ദേഹം എല്ലാ വീട്ടിലും യാഗം നടത്തി, നെയ്യ് ഉപയോഗിച്ച് യാഗം നടത്തി. അങ്ങനെ അന്തരീക്ഷം ശുദ്ധമാവുകയും അസുഖം ഭേദമാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ മരുന്നും മന്ത്രങ്ങളും യാഗങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് ഈ ഒരു മാസം നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ അതേപോലെ 1-2 കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് 1-2 സംശയം കൂടി ചോദിക്കാം. ഈ പിന്നെ അതായത് ഒരു കഥ പോലെയാണ്. രാമായണത്തിലെ പ്രധാന വരി ഏതാണ് എന്ന് വിക്രമാദിത്യൻ വരരുചിയോട് ചോദിച്ചു. വരരുചിയോട് ചോദിക്കുകയാണ്, ഈ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാണ്? അദ്ദേഹത്തെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നോക്കി എല്ലാ വരികളും പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് 4 വരി എടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വിക്രമാദിത്യൻ പറഞ്ഞു, എന്നാൽ അങ്ങ് 41 ദിവസം അങ്ങേക്ക് തരാം. 41 ദിവസം മുഴുവൻ പഠിച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ടെൻഷൻ കൊണ്ട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിളികൾ സംസാരിക്കും. അദ്ദേഹത്തിന് കിളികളുടെ ഭാഷ അറിയാം. കിളികൾ സംസാരിക്കുന്നു. അപ്പം കിളികൾ പറയാണ്, താഴെ കിടക്കുന്ന മഹാനെ അറിയാമോ? പറഞ്ഞത് വരരുചിയാണ്. എന്ത് വരരുചി? രാമായണത്തിലെ പ്രധാന 4 വരി അറിഞ്ഞുകൂടാത്ത മഹാനല്ലേ വരരുചി. അപ്പോൾ ആ കിളി മറ്റേ കിളിയോ നിനക്കറിയാമോ? അപ്പോൾ ആ കിളി എനിക്കറിയാമല്ലോ. എന്നിട്ട് ഈ കിളികൾ ആ 4 വരി പറയാണ്. രാമം ദശരഥം വിത്തി മാം വിത്തി ജനകാത്മജാം അയോധ്യാം അടവീം വിത്തി ഗച്ഛതാദ യഥാസുഖം. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളെന്ന കിളികൾ പറഞ്ഞു. അതിന് എഴുത്തച്ഛൻ പറഞ്ഞിരുന്നു, രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൊള്ളുവൻ, അയോധ്യയെ അടവിയെന്ന് ഓർമ്മിച്ചുകൊള്ളുക എന്ന് ലക്ഷ്മണന്റെ അമ്മയായ സുമിത്ര നൽകുന്ന ഉപദേശമാണ് അങ്ങനെ കിളികൾ പറഞ്ഞു കൊടുത്ത് വരരുചി വിക്രമാദിത്യന് അറിയിച്ച 4 വരികൾ. പിന്നെ രാമായണത്തിന്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. എന്താണ് രാമായണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ളത് ഗുരുഭക്തി, ഈശ്വരഭക്തി, പുത്രവാത്സല്യം, സഹോദര സ്നേഹം, പത്നീധർമ്മം, ദീനാനുകമ്പ തുടങ്ങിയ സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ നിരവധി ധാർമ്മിക മൂല്യങ്ങൾ അടങ്ങിയതാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ ഗ്രന്ഥത്തിൽ ഒരു 3-4 സാധാരണ നമ്മൾ ഉപയോഗിച്ചു വരുന്ന 3-4 പദ്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുപോലെ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാതു, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും. അതുപോലെ തന്നെ കണ്ണാടി കാണോളവും തന്നെ മുഖമേറ്റം നന്നു നിരൂപിക്കും എത്രയും വിരൂപമാർ. അതുപോലെ തന്നെ ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനവാശിതം. ഇങ്ങനെ ഒരുപാട് നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലി ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലുണ്ട്. രാമായണം എല്ലാവർക്കും വായിക്കാൻ അറിയാവുന്ന ഗ്രന്ഥം തന്നെയാണ്. എന്നാൽ സ്വല്പം സംസ്കൃതം ഉണ്ടെങ്കിലും ശുദ്ധ മലയാളത്തിലാണ്. എല്ലാ അമ്മമാർക്കും വായിക്കുവാൻ അറിയാം. ഇവിടെ നമ്മുടെ സ്ഥിരമായി വായിക്കുന്ന
ശാന്തകുമാരി കുറച്ച് വായിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ബാക്കി വായിക്കുക. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യ പത്മേശ്വരവി സ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യവാദം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിട്ടുക അനാരദം എന്നുടെ നാവുതന്മേൽ വർണ്ണ വിഗ്രഹി വേദാത്മികെ നാണമെന്നിയെ മുതാൻ നാവിന്മേൽ നടനം ചെയ്യുകയേനാം കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജ വാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലി കാലി പാരാതി സലക്ഷണം എന്നെ നങ്ങലശിലേ. വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുരോദ്ഭവസൂത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധരൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമക്കയാൽ നാൻമുഖറുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാക്കിയ മഹാമുനി താൻ മമവരം തരുക എപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമക്കെ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാക്കിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാക്കിയ മുനികളും വാരിത ശരാരാതി പ്രാണമാതയും മമ വാരിത മകളായ ദേവിയേം തുണക്കീണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചർണായുരാംബുജ ലീനപാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും
വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരീ കാണായൊരു ഭൂദേവ പ്രവരന്മാർ തത്വരാശാവാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോതമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാത്രകൻ അജ്ഞാനിയാം ആദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ. വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതേ ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധേ പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദബോധപതി ശ്രുതിവാക്യാത്മാദിനപതി കേടാനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദൂഷാം അഗ്രേസരൻ മൽഗുരുനാഥനെ കന്തേ വാസികളോടും ഉൾക്കൊരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടല്ലിതോ ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതോ കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിടിനാൾ. വാണിടി കൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും. അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസേ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. രാമ 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 ഭാഗ്യമാം രാമപാദം ചേർ. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അധ്യാത്മപ്രദീപകമദ്യന്തൻ രഹസ്യമി അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമാ സ്നിഗ്ധ ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം. ദുഃഖാബ്ദി മധ്യേ പോകി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി രാത്രിചാരികളായി രാവണാദികൾ തമ്മെ
മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോകിതം നിജഭർത്താരാം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാപ്തേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം നമ ശിവായ. കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 2022 ഫെബ്രുവരി 11 കുംഭാഭിഷേകത്തോടുകൂടിയ തുടങ്ങിയ ഒരു ക്ഷേത്രമാണ് ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രം, ഡീസന്റ് ജംഗ്ഷൻ, ഉടവൻമോൾ. ഇന്ന് 3ാം വർഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. കഴിഞ്ഞ 2 വർഷവും കർക്കിടക മാസത്തിലെ രാമായണ പാരായണം അതിഗംഭീരമായി തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ളതുപോലെ ഈ ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. അതിന് മൂല കാരണം ഈ പ്രദേശവാസികളിലുള്ള സഹകരണം ആണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുടവൻമോൾ ഡീസന്റ് ജംഗ്ഷനിൽ ശാന്തമ്മ, പ്രേമ, രാമചന്ദ്രൻ നായർ, ചന്ദ്രിക എന്നുള്ള ഭക്തജനങ്ങൾ, ഇവർ അവരുടെ സ്വന്തം ക്ഷേത്രമായി ഇതിനെ ഏറ്റെടുക്കുകയും ഇവിടുത്തെ മേൽശാന്തിയും കീഴ്ശാന്തിയും രാവിലെ വരുമ്പോൾ തന്നെ അവരുടെ കൂടെ തന്നെ 5 മണിക്ക് തന്നെ അവരിവിടെ വന്ന് അവർ ഈ ക്ഷേത്രത്തിനെ സംരക്ഷിച്ചു വരുന്നതാണ്. അപ്പോൾ അവരാണ് ഈ രാമായണ പാരായണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, സുരേഷ് അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ. ഇവർ കൃത്യമായിട്ട് ഇവിടെ വന്ന് ഈ രാമായണ മാസത്തിൽ 30 ദിവസവും രാമായണ പാരായണം നടത്തുകയും അതിഗംഭീരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ ആചാര്യൻ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇന്നലെ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും ആചാര്യ പുരസ്കാരം ഏറ്റുവാങ്ങിച്ചു. അതായത് കേരളത്തിലെ അഖില കേരള പുരാണ പാരായണ സംഘടന ഉണ്ട്. അവർ ഓരോ കൊല്ലവും ഇത് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ ജേതാവായി രാമചന്ദ്രൻ നായർ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അത് തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുകയും ചെയ്തു. കൂടത്തിൽ തന്നെ ഇത് രാമായണം പാരായണം ചെയ്തു വരുന്ന പ്രേമകുമാരി എന്ന് പറയുന്ന ഈ മുടവൻമോൾ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. അവർക്കും ഒരു ആചാര്യ ബിരുദം, അവർക്കും ഒരു പുരസ്കാരം അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ കയ്യിൽ കിട്ടി. അവർ 2 പേരും ശാന്തമ്മ എന്ന് പറയുന്ന അവർ ഈ രാമായണത്തിൽ അങ്ങേറ്റം അവരുടെ ശബ്ദം തന്നെ പ്രത്യേകമായ ഒരു ശബ്ദമാണ്. അവരെല്ലാവരും നിങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിഞ്ഞു. ഇവരുടെ 3 പേരുടെയും ആചാര്യവര്യനായ രാമചന്ദ്രൻ നായർ, ശാന്തമ്മ, പ്രേമകുമാരി ഇവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ഇവിടെ ഇത് രാമായണം എന്തുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു എന്നുള്ള ആ മഹിമ എടുത്തു പറഞ്ഞ് കൊടുക്കുകയുണ്ടായി. ഇത് സത്യത്തിൽ ഇത്രയും പ്രായമായ എനിക്ക് പോലും ഈ രാമായണം എന്തിനാണ് ഈ കർക്കിടക മാസത്തിൽ ഇത് ഉരുവിടുന്നത് പറയുന്നത് എന്ന് അറിയാൻ ഇന്ന് സാധിച്ചു. അത് ആചാര്യന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലയുടെ പേരിലും ഞാൻ ഈ പാരായണം ചെയ്യുന്ന ഇവർക്ക്, ഈ ശ്രേഷ്ഠന്മാർക്ക് ഞാൻ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.